ഫിദ, ഓഫീസിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ, എക്സാം ഫീ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പലിനെ പോയിട്ട് കാണണം കേട്ടോ. ഇപ്പം തന്നെ കാണാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 10th ആവാനായില്ലേ? എന്താണ് സെപ്റ്റംബർ 10th പ്രത്യേകത? സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ നമ്മൾ സൂയിസൈഡ് എന്താണെന്നോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പം ഈ വർഷത്തെ തീം എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ ചേഞ്ചിങ് ദി നറേറ്റീവ് ഓൺ. ആകെ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ? ചിലവിന്റെ കാര്യത്തിൽ ഇവിടെ 4 എണ്ണത്തിന്റെ കണക്കാ. ഉമ്മയും അതെ, മോളും അതെ. ഇതൊക്കെ അറിയുന്നോണ്ടായിരിക്കും തന്താതി ഇട്ടേച്ച് പോയത്. ഇങ്ങക്കൊന്നും അറിയണ്ടല്ലോ. ഉമ്മാക്ക് മോക്കും ഇവിടെ സുഖിച്ച് ജീവിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കഷ്ടപ്പെടണം. ഈ ഓള് മാത്രല്ല മോനെ എനിക്ക് ആകെ ഉള്ളത്. അവൾ നിന്റെ അനിയത്തിയല്ലേ. അവൾക്കും ഉണ്ടാവില്ല ഒരുപാട് ആഗ്രഹങ്ങൾ. അത് നമ്മളല്ലാതെ ആരാ നടത്തി കൊടുക്കുക? നമ്മളെ കഷ്ടപ്പാടൊക്കെ പഠിച്ചോൻ കാണുന്നുണ്ട് അല്ലേ? നിങ്ങളിപ്പം എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പാടൊന്നും അറിയണ്ടില്ലേനു. വിദ്യാഭ്യാസം, കല്യാണം, സ്ത്രീധനം, കണ്ടവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി വാങ്ങി മടുത്ത്. ഇനി ഉമ്മയും മോളും എന്തേലും ചെയ്യും. സത്യം പറഞ്ഞ ഒക്കെ കൂടെ മടുത്ത്. സത്യം പറഞ്ഞ ഒക്കെ കൂടെ മടുത്ത്. ഇങ്ങക്കൊന്നും അറിയണ്ടാവില്ല. ഉമ്മാക്ക് മോക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കഷ്ടപ്പെടും. നിങ്ങളിപ്പോഴൊരു കഥ കണ്ടു. പക്ഷേ ഞാൻ പറയട്ടെ, യഥാർത്ഥ കഥ അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ കണ്ടത് വെറും ഒരു നിമിഷം മാത്രം. മനസ്സിൻ്റെ നിർജ്ജനമായ കോണുകളിൽ പൊരുതുന്ന ഒരു യുദ്ധം. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിലാണ് സത്യസന്ധമായ കഥ ഒളിഞ്ഞിരിക്കുന്നത്. ആത്മഹത്യയിൽ നിന്നും അതിജീവിക്കുക വെറും ജീവിച്ചിരിക്കുന്നതല്ല, മറിച്ച് പുതിയ ജീവിതത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തലാണ്. നിങ്ങളെ മുഴുവൻ തിന്നുകളയാൻ ശ്രമിച്ച ആ ഇരുട്ട് അവസാനമല്ലെന്ന് തിരിച്ചറിയുന്നതാണ്. അത് ഒരു വഴിത്തിരിവാണ്.